നീണ്ട 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഡിഗ്രിയൊക്കെ പൂർത്തിയാക്കി ഷപ്ന എന്ന വിദ്യാർത്ഥിനി തന്റെ ഡോക്ടർ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ബെർലിനിലേക്ക് തിരികെ എത്തുന്നു. കൂടെ സ്വന്തം അനിയത്തിയും കൂട്ടിയാണ് ഷപ്ന ബെർലിനിന്റെ കവാടം കടന്ന് മുന്നിലേക്ക് എത്തുന്നത്. കണ്ണൂർ നിന്നും ഡോക്ടർ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെന്ന തിരിച്ചറിവോടെ ഒരു ചേച്ചിയും അനിയത്തിയും ബെർലിനിലേക്ക് റിപ്പീറ്റ് ചെയ്യാൻ എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് അവർ കടന്നു വന്നത്. ബെർലിനിന്റെ ഒരേ ക്യാമ്പസിൽ, ഒരേ ക്ലാസ് മുറിയിൽ, ഒരേ ഹോസ്റ്റൽ മുറിയിൽ ഒരുമിച്ച് പഠിച്ച സഹോദരിമാർ ബ്രില്യന്റിലേക്ക് എത്തിയപ്പോൾ മുതൽ ഏറ്റവും നല്ല സഹപാഠികളെ പോലെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ തുടങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കഠിനമായ നീറ്റ് പരീക്ഷയിൽ ഒന്നിച്ച് വിജയം കുറിച്ച് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് അഭിമാനമായി മാറിയ ഒരേ കുടുംബത്തിൽ നിന്നുള്ള ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. 6 വർഷത്തിന് ശേഷം ഡിഗ്രി പൂർത്തിയാക്കി തളരാത്ത മനസ്സോടെ ഒരിക്കൽ കൂടി എന്നോ മറന്ന സ്വപ്നത്തിന് വേണ്ടി ശ്രമിക്കാമെന്ന ആഗ്രഹത്തോടെയാണ് ഷപ്ന ബെർലിനിലേക്ക് എത്തിയത്. ഫിദയും തന്റെ MBBS സ്വപ്നം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബെർലിൻ ക്യാമ്പസിലേക്ക് ഷപ്നയ്ക്കൊപ്പം കടന്നു വരുന്നത്. രാജ്യത്തെ മറ്റ് എൻട്രൻസ് സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ബെർലിനിൽ ആദ്യമായാണ് ഇവർ രണ്ടുപേരും പരിശീലിക്കാൻ എത്തുന്നത്. ആൻഡ് അതേ വർഷം രണ്ടുപേർക്കും നീറ്റ് 2026 ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. കണ്ണൂരിലെ ആ കുടുംബത്തിൽ ഇന്ന് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. വിജയം നേടിയ നാളുകളെ കുറിച്ച് ഈ സഹോദരിമാർ പറയുന്ന വാക്കുകളിലേക്ക്. പ്ലസ് ടുവിന് ശേഷം ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ BSc ഡിഗ്രി ചെയ്ത BSc ബയോകെമിസ്ട്രി. പ്ലസ് ടു എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടില്ല, അപ്രോക്സിമേറ്റ്ലി 86%. അപ്പൊ അതുകൊണ്ടാണ് പ്രൈവറ്റിലേക്ക് കയറിയത്. പ്ലസ് ടുവിൽ നല്ല മാർക്കില്ല, പിന്നെ ഡിഗ്രിയും കഴിഞ്ഞ് ഇത്രയും ഗ്യാപ്പ് ആകുമ്പോ എനിക്ക് ഒരു കോച്ചിങ് സെന്ററിലോ അങ്ങനെ സ്കോളർഷിപ്പ് കൂടെ എന്തായാലും പഠിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ അനിയത്തി അതേ സമയത്ത് സ്റ്റ് കഴിഞ്ഞ്, അപ്പൊ ഓക്കും പോണം കോച്ചിങ്ങിന്. അപ്പൊ രണ്ടാൾക്കും കൂടി അത്യാവശ്യം ഫീസ് വരും. അപ്പൊ അത് എന്തായാലും ഉപ്പാനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിയാം. അപ്പൊ ഞാൻ എന്നാ പിന്നെ അവിടെ വിട്ടേക്കാന്ന് വെച്ച് ഞാൻ CUET PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നതിൽ തീരെ താല്പര്യവും ഇല്ല. അതായത് എനിക്ക് പിന്നെ നീറ്റിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പൊ ഇവർക്കെല്ലാം വീട്ടുകാർക്കെല്ലാം കുറച്ചൊരു മനം മാറ്റം വന്നു. അപ്പൊ അവരെന്നെ വിട്ട് എന്നാ പോയിക്കോന്ന് പറഞ്ഞു. അന്നേരം ഒരു ഓൺലൈൻ കോച്ചിങ്ങിൽ ചേർന്ന് അല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മോൾ ആദ്യമായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. 2025 ഭയങ്കര ടഫായി പോയി. അപ്പൊ അതില് എനിക്ക് 508-509 ആ ഒരു മാർക്കാ കിട്ടിയത്. എനിക്ക് കയറി പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ബ്രില്യന്റിൽ അന്നേരം ഫുൾ സ്കോളർഷിപ്പിന്റെ ഒരു ഇത് വന്നേ. പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ബ്രില്യന്റ് പോയാൽ മതി അങ്ങനത്തെ രീതിക്ക് പറഞ്ഞപ്പോ ബ്രില്യന്റിനെ കുറിച്ച് കുറെ നല്ല അഭിപ്രായം കേട്ടപ്പോ ഉപ്പ ആദ്യം വിടൂലെന്ന് പറഞ്ഞിനി, മതി ഇനി PGക്ക് പോയെന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാരും ഇങ്ങനെ ബ്രില്യന്റ് പോണം, അവിടെ പാലയിൽ പോണം, അവിടെ പോയി പഠിക്കണം, അങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലായപ്പോ ഉപ്പാന്റെ മനസ്സ് മാറി. 508 നിന്ന് വന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ഓർത്തണം ഏറ്റവും ടഫസ്റ്റ് എക്സാമിന്. പറഞ്ഞോ. 626 ഇപ്പോ നീറ്റിന്റെ സ്കോർ വന്നത്. ഞാൻ മറ്റേ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രില്യന്റിന് ഒരിക്കലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ലതാണ് ബ്രില്യന്റ്. ബ്രില്യന്റ് പഠിച്ച ഒരു കുട്ടിക്ക് അറിയാം ബ്രില്യന്റ് എത്രത്തോളം നല്ലതാണെന്ന്. എന്റെ ഈ വർഷത്തെ നീറ്റ് സ്കോർ 624. കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോർ എത്രയായിരുന്നു? 502. ആദ്യത്തെ തവണ ഇവിടെ വരാതിരിക്കാനുള്ള കാരണം എല്ലാരും ബ്രില്യന്റിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് നമ്മൾ എടുത്ത തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവിടെ വരാതിരുന്നത്. എന്റെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞാല് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ കോച്ചിങ് സെന്റർ ഉണ്ടെങ്കിൽ ബ്രില്യന്റിനെ കവിച്ചു വെക്കാൻ വേറൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹായ് ഓൾ, എല്ലാ വിജയങ്ങൾക്കും പറയാൻ ഒരു കഥയുണ്ടാവും. ആ വിജയികൾ കടന്നു വന്ന വഴികൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ലൈഫിലെ തന്നെ ഏറ്റവും മികച്ച ദിവസങ്ങളിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ അന്ന് പ്രയാസമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം, പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന ദിവസങ്ങൾ തന്നെയാണ് അവർ ഈ വലിയ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം 2 വിദ്യാർത്ഥികളുണ്ട്, ഷബ്നം ആൻഡ് ഫിദ. തീർച്ചയായിട്ടും അപ്പോൾ ഈ 2 വിദ്യാർത്ഥികളും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇതിൽ ഷബ്നം എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ മോള് ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ട് ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നീറ്റ് എക്സാം എഴുതി ഏറ്റവും മികച്ചൊരു സ്കോർ കരസ്ഥമാക്കി ചേച്ചിയും അനിയത്തിയും ഒരുമിച്ചൊരു മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർ എന്ന സ്വപ്നവുമായി പ്രവേശിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കഥ കേൾക്കാം. ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തുമോ എല്ലാവരും? മോള്, അനിയത്തി, ഉപ്പ, ഉമ്മ, എല്ലാവരുടെ പേരും നാടും സ്കൂളും ഒക്കെ, പഠിച്ച സ്കൂളും ഒക്കെ. എൻ്റെ പേര് ഷബ്നം, എൻ്റെ വീട് വരുന്നത് കണ്ണൂർ അഴീക്കോടാണ്. ഇതെൻ്റെ അനിയത്തി, ഉമ്മ, ഉപ്പ. എൻ്റെ പേര് ഫിദ. 10ാം ക്ലാസ് വരെ പഠിച്ചത് വളപട്ടണം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പ്ലസ് 2 പഠിച്ചത് ഗവൺമെൻറ് ടൗൺ HSS കണ്ണൂർ. ഉപ്പാൻ്റെ പേര് കബീർ. ഉപ്പ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ VFA ആയിട്ട് ജോലി ചെയ്യുന്നു. ഉമ്മ ഹൗസ് വൈഫാണ്.
അപ്പൊ നമ്മൾ രണ്ട് വിദ്യാർത്ഥികളെയും ആ പ്രൗഡ് പേരൻസിനെയും നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. എനിക്കൊന്ന് മോളാണ് ഈ ഒരു വിജയത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നുണ്ടാവുക. കാരണം പണ്ട് എപ്പോഴോ മറന്നുപോയൊരു സ്വപ്നമായിരുന്നു ഒരു MBBS സീറ്റ് നേടുക. ആൻഡ് മോളൊരു ഡിഗ്രിക്ക് കയറി. ആ ഒരു സ്റ്റോറി, മോള് എന്ന് മുതലാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൾ വീണ്ടും ഈ ഒരു വിജയം നേടിയതിനെ കുറിച്ചൊന്ന് പറയാം. ആക്ച്വലി ഹൈസ്കൂൾ സമയത്ത് തന്നെ എനിക്ക് ഡോക്ടർ ആണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് പുറമേന്നും ഒരു മോട്ടിവേഷൻ ഇല്ല, ഉള്ളൊന്നും ഒരു മോട്ടിവേഷൻ ഇല്ല. അതായത് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല, ആ ഒരു പാത്ത് ക്ലിയർ അല്ലായിരുന്നു. അതെ, അതിനെപ്പറ്റി അധികം ആരും സംസാരിക്കാറുമില്ല. അപ്പൊ അതിനെപ്പറ്റി വലിയ നോളജും ഇല്ല. അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും അതെങ്ങനെ പഠിച്ചിന്റെ അതിന്റെ ഒരു ഫ്ലോയില് പോയി. അപ്പൊ നീറ്റൊന്നും ആ വർഷം എഴുതിയിട്ടില്ല. ഇല്ല, അത് കഴിഞ്ഞ് പ്ലസ് ടുവിന്റെ ടൈം വീട്ടിൽ നിന്ന് തന്നെ കോച്ചിങ്ങിന് വിട്ടിട്ടുണ്ട്. കോച്ചിങ് മീൻസ് ട്യൂഷൻ ആണ്, വീട്ടിന്റെ അടുത്തുള്ള ഒരു ട്യൂഷൻ. ചെറുതായിട്ട് കോച്ചിങ്ങും ഉണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഞാൻ തീരെ സീരിയസ് ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. അപ്പൊ ആ ഒരു സമയത്ത് ജസ്റ്റ് എഴുതി, അതായത് ഒന്നും പഠിക്കാറ്, സ്കൂളൊന്നും ഒന്നും പഠിക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പ്ലസ് ടു കഴിഞ്ഞത് 2020. അതായത് 6 വർഷത്തിന് ശേഷമുള്ള ഒരു നീറ്റ് ജേതാവിന്റെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യെസ്, പ്ലസ് ടു മോള് പഠിച്ചത് ഏത് സ്കൂളിലായിരുന്നു? പ്ലസ് ടു ഞാൻ പഠിച്ചത് വളവട്ടണം ഹൈസ്കൂളിലാണ്. 10th വരെ ഞാൻ മലയാളം മീഡിയമാണ് പഠിച്ചത്. അപ്പൊ പ്ലസ് 1 കയറിയപ്പോ ആ ഒരു മലയാളത്തിന്റെ ഒരു ഫ്ലോയിൽ പോയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ആദ്യം പ്ലസ് 1 ഒക്കെ അങ്ങനെ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അത് ശരിയായി, ഇംഗ്ലീഷൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായില്ല. പിന്നെ അങ്ങ് കുറച്ച് ഉഴപ്പിപ്പോയി. അപ്പൊ അതിലേക്കൊന്നും തീരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് പ്ലസ് ടുവിന് ശേഷം മോൾ എന്ത് ചെയ്തു? പ്ലസ് ടുവിന് ശേഷം ഞാൻ ഒരു പ്രൈവറ്റ് കോളേജിൽ BSc ഡിഗ്രി ചെയ്ത, BSc ബയോകെമിസ്ട്രി. അവിടെ നമുക്ക് ഫസ്റ്റ് ഓൺലൈനിലാണ് ഉണ്ടായത്. അതായത് ആ സമയത്ത് കൊറോണ ഉണ്ടായേ. അപ്പോ ഓൺലൈനിലായതുകൊണ്ട് തന്നെ എനിക്ക് തീരെ പഠിക്കാൻ പറ്റുന്നതിൽ തീരെ താല്പര്യവും ഇല്ല. അതായത് എനിക്ക് പിന്നെ നീറ്റിലേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ഫസ്റ്റ് ഇയർ നമുക്ക് ഫുൾ കൊറോണ ഉണ്ടായത്. അപ്പോൾ സെക്കൻഡ് സെമിസ്റ്റർ ഞാൻ തീരെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യാത്ത ഒരു സാഹചര്യം വന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് നീറ്റിന് കോച്ചിങ്ങിന് പോകണം എന്ന് പറഞ്ഞു. അപ്പോ ഈ പ്രൈവറ്റ് കോളേജിലെ സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് പെട്ടെന്ന് അത് വിട്ട് വരാനും ബുദ്ധിമുട്ടാ. അപ്പൊ എന്നോട് വീട്ടിൽ നിന്ന് പോണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കേണ്ടി വന്നു. അപ്പൊ എനിക്ക് തോന്നി ഡിഗ്രി എങ്ങനെയെങ്കിലും, പ്ലസ് ടു എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് പ്രൈവറ്റിലേക്ക് കയറിയത്. പ്ലസ് ടു എത്ര മാർക്ക് ഉണ്ടായിരുന്നു അറിയാൻ വേണ്ടി ചോദിക്കുന്നു. അപ്രോക്സിമേറ്റ്ലി 86%. അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റ് കിട്ടാണ്ട് നിന്നത്. അപ്പോ എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചെന്നാ കോളേജിൽ നിന്ന് നല്ലോണം പഠിച്ചിട്ട് ഇവരെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കുക. അപ്പൊ എന്നിട്ട് പിന്നെ ഞാൻ കോളേജിൽ നല്ലോണം പഠിച്ചു, നല്ല കഷ്ടപ്പാടുണ്ടായിനി. അതായത് എനിക്ക് സെക്കൻഡ് സെമിസ്റ്റർ ഒന്നും ഞാൻ ഒന്നും പഠിക്കാത്തതുകൊണ്ട് അതില് നല്ല പെർസെന്റേജിൽ കുറവുണ്ടായിനി. അപ്പോ ബാക്കിയുള്ള സെമിസ്റ്ററിൽ എനിക്ക് നല്ലോണം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ ആ സമയത്ത് ഞാൻ നല്ലോണം പഠിച്ച് പിന്നെ ലാസ്റ്റ് സെമിസ്റ്റർ ആയപ്പോ ആ സമയത്തുള്ള നീറ്റ് എക്സാം, അതായത് എന്റെ ഡിഗ്രി തീരാറായപ്പോഴുള്ള നീറ്റ് എക്സാമിന്റെ ടൈമായി. അപ്പൊ ഞാൻ വിചാരിച്ചത് കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. അതായത് എനിക്കൊന്നും അതിനെപ്പറ്റി ഒരു അറിവും ഇല്ല. എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും പ്രിപ്പയർ ചെയ്യാന്ന് വിചാരിച്ച് അന്നേരം ഒരു ഓൺലൈൻ കോച്ചിങ്ങിൽ ചേർന്ന്, അല്ല വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മോൾ ആദ്യമായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിക്കുന്നത്. പക്ഷെ എനിക്കിത് എങ്ങനെയാ പഠിക്കേണ്ടതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇക്വേഷൻ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണോ ഒന്നും അറിയില്ല. അപ്പൊ ഒരു ഇക്വേഷൻ അതായത് എനിക്ക് കോളേജിൽ തന്നെ BSc ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാ. റെക്കോർഡ്, പ്രാക്ടിക്കല്, പ്രൊജക്ട് ഇതെല്ലാം ചെയ്യണം. അതിന്റെ കൂടെ അതായത് ഇത് ഞാൻ നോക്കി, പക്ഷെ എനിക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരു 2 ചാപ്റ്റർ ജസ്റ്റ് നോക്കിയെന്നല്ലാണ്ട് ഒന്നും പഠിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ ആ സമയത്ത് ഡിഗ്രീന്റെ എക്സാം ആയി. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നല്ലോണം, അതായത് അതിലെന്തായാലും ഒരു റാങ്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് എനിക്ക് സെക്കൻഡ് റാങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞു. അപ്പോ വീട്ടുകാർക്കെല്ലാം കുറച്ചൊരു മനം മാറ്റം വന്ന്. അപ്പോ അവരെന്നെ വിട്ട് എന്നാ പോയിക്കോന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പോവാൻ നോക്കിയപ്പോ ആണെങ്കിൽ എനിക്ക് പ്ലസ് ടുവിൽ നല്ല മാർക്കില്ല. പിന്നെ ഡിഗ്രിയും കഴിഞ്ഞ് ഇത്രയും ഗ്യാപ്പ് ആകുമ്പോ എനിക്ക് ഒരു കോച്ചിങ് സെന്ററിലോ അങ്ങനെ സ്കോളർഷിപ്പ് കൂടെ എന്തായാലും പഠിക്കാൻ കഴിയില്ല. പിന്നെ എന്റെ അനിയത്തിയും അതേ സമയത്ത് ടെസ്റ്റ് കഴിഞ്ഞ്. അപ്പൊ ഓക്കും പോണം കോച്ചിങ്ങിന്. അപ്പോ രണ്ടാൾക്കും കൂടി അത്യാവശ്യം ഫീസ് വരും. അപ്പൊ അത് എന്തായാലും ഉപ്പാനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാന്ന് അറിയാം. അപ്പൊ ഞാൻ എന്നാ പിന്നെ അവിടെ വിട്ടേക്കാന്ന് വെച്ച് ഞാൻ CUET PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത്. എന്നിട്ട് ആ ഒരു മാസം ഞാൻ CUET PGക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത്. എന്നിട്ട് എക്സാം ആവാനായപ്പോ ഉപ്പാന്റെ അനിയന്മാരുണ്ട് ഉപ്പാക്ക്,
ഉപ്പാന്റെ ഒരു അനിയൻ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് നീറ്റിന് പോവാന്നല്ലേ പറഞ്ഞേ, പിന്നെന്താ പോവാത്തെ? അപ്പൊ ഉപ്പ പറഞ്ഞ് അതെന്തായാലും അഫോർഡബിൾ അല്ല, അങ്ങനത്തെ ഒരു കേസായപ്പോ ആപ്പ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആപ്പ അയച്ചേ. അങ്ങനെ ഒരു കോച്ചിങ് സെന്ററിൽ ചേർന്ന് ആദ്യ വർഷം നമ്മള് നല്ലോണം പഠിച്ചു, പക്ഷെ അന്നേരം കിട്ടിയില്ല. എത്ര ഉണ്ടായിരുന്നു സ്കോർ? 550 റേഞ്ചിലാ സ്കോർ. കഴിഞ്ഞ വർഷം അല്ല, ഫസ്റ്റ് 2024 അന്ന് എക്സാം നല്ല ഈസിയാണ്, ഹയർ കട്ട് ഓഫ് ആണ്. അപ്പോ 550 റേഞ്ചിൽ കിട്ടിയില്ല. സ്കോളർഷിപ്പും ഇല്ല, ഇനി എനിക്ക് മുന്നോട്ട് പഠിക്കാനും കഴിയൂല. അപ്പൊ ഞാൻ ഒരു ഓൺലൈൻ കോച്ചിങ്ങിൽ തന്നെ ചേർന്നു. അത് കഴിഞ്ഞിട്ട് ആ ഓൺലൈൻ കോച്ചിങ്ങിൽ ഞാൻ അതായത് ഒരു ഈസി എക്സാമിനാണല്ല 2024 കണ്ടത്. അപ്പൊ 2025 ഞാൻ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്തു. പക്ഷെ 2025 ഭയങ്കര ടഫായി പോയി. അപ്പൊ അതില് എനിക്ക് 508, 509 ആ ഒരു മാർക്കാ കിട്ടിയത്. എനിക്ക് കയറി പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ബ്രില്യന്റിൽ അന്നേരം ഫുൾ സ്കോളർഷിപ്പിന്റെ ഒരു ഇത് വന്നേ. അപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ മോളുടെ സ്റ്റോറി നറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി പറയാൻ പോകുന്നതാണ്, അതായത് ഈ കുട്ടിക്ക് +2 പ്രോപ്പറായിട്ട് ഒരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചില്ല. നീറ്റ് 2024 വളരെ ഈസി ആയിരുന്നുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഹൈ ആയി. ആൻഡ് അടുത്ത വർഷവും പ്രോപ്പറായിട്ട് നീറ്റ് ഭയങ്കര ഹാർഡ് ആയിരുന്നുണ്ട്. അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു കട്ട് ഓഫിലേക്ക് വീണ്ടും എത്താൻ സാധിച്ചില്ല. പക്ഷെ അവിടുന്ന് കഥ തുടങ്ങുകയാണ്. അതായത് അന്ന് എത്ര മാർക്ക് കിട്ടി? 500+ ഉണ്ടായിന്. 509 508 ആണെന്ന് തോന്നുന്നു. യെസ്, 508 എന്ന് പറയുന്ന സ്കോറിൽ ബ്രില്യന്റിലെ സ്കോളർഷിപ്പ് കിട്ടും. അതായത് 100% സ്കോളർഷിപ്പ് അല്ലെ, പൂർണ്ണമായും സൗജന്യമായിട്ട് പഠിക്കുകയാണ്. അതായത് അന്ന് ഇവര് രണ്ടുപേരും ചിന്തിച്ച കാര്യമുണ്ട്, ഇത് എന്റെ ഉപ്പാനെ കൊണ്ട് ഉമ്മാനെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിപ്പോ ഈ പഠിക്കാൻ പോയാൽ എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് 100% സ്കോളർഷിപ്പോടെ ബ്രില്യന്റിലേക്ക് പഠിക്കാൻ വരികയാണ്. ആൻഡ് ആരംഭിച്ച മോളെ 2020 6 വർഷങ്ങൾക്ക് ശേഷം MBBS സീറ്റ് നേടാൻ പോകുന്ന ഒരു മിടുക്കി കുട്ടിയുടെ കഥയാണ്, പറഞ്ഞോ. ആ സമയത്ത് നിയത്തിക്ക് 502 ഉണ്ടായിന്. അപ്പൊ 500+ ഉള്ള എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉണ്ട് ഫുൾ. അപ്പൊ രണ്ടാൾക്കും സ്കോളർഷിപ്പ് കൂടെ പഠിക്കാൻ പറ്റി. അതും ഈ സ്കോളർഷിപ്പിന്റെ കാര്യം ഞാൻ ലേറ്റ് ആയിട്ട് അറിയുന്നത്. അതിന് മുമ്പ് ഞാൻ CUT ഒന്നുകൂടി എഴുതിയിട്ടുണ്ടായിന്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കുറെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് മിക്കവാറും യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കിട്ടി. എനിക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നീറ്റിന് പോകുന്നില്ലെങ്കിൽ എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിലെല്ലാം എനിക്ക് കിട്ടി. പക്ഷെ എന്നിട്ട് എന്റെ മനസ്സിൽ അതെ, അതായത് എനിക്ക് കോളേജിൽ ഞാൻ ഒരു PGക്ക് ഞാൻ അഡ്മിഷൻ എടുത്ത് അവിടെ ഒരു 20K ഫീസും അടച്ചു കഴിഞ്ഞു. ഏതായാലും അങ്ങോട്ടേക്ക് പോവാന്നുള്ള രീതിയിലായപ്പോ എന്നിട്ടും മനസ്സ് വെക്കാത്തതുകൊണ്ട് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു ബ്രില്യന്റ് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ബ്രില്യന്റ് പോയാൽ മതി അങ്ങനത്തെ രീതിക്ക് പറഞ്ഞപ്പോ ബ്രില്യന്റിനെ കുറിച്ച് കുറെ നല്ല അഭിപ്രായം കേട്ടപ്പോ ഉപ്പ ആദ്യം വിടൂലെന്ന് പറഞ്ഞിനി, മതി ഇനി PGക്ക് പോയാന്നുള്ള രീതിയിൽ. പിന്നെ എല്ലാരും ഇങ്ങനെ ബ്രില്യന്റ് പോണം, അവിടെ പാലയിൽ പോണം, അവിടെ പോയി പഠിക്കണം, അങ്ങനെ കിട്ടും എന്നുള്ള രീതിയിലായപ്പോ ഉപ്പാന്റെ മനസ്സ് മാറി. അങ്ങനെ വിശ്വസിച്ചു അല്ലേ? അങ്ങനെ ഇവിടെ വന്നപ്പോ ഞാൻ ഗാലക്സിയിലെ സൗകര്യങ്ങൾ പറഞ്ഞാല് രണ്ടുപേരും ഗാലക്സിയിലായിരുന്നു പഠിച്ചത്. രണ്ടാളും ഗാലക്സിയിലാണ്. അപ്പൊ അത് എടുത്തു പറയേണ്ട, രണ്ടുപേരും സഹോദരികളാണ്. രണ്ടുപേരും ഒരുമിച്ച് ബ്രില്യന്റിന്റെ ഗാലക്സി ക്യാമ്പസിൽ, അത് ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ്, അവിടെ തന്നെ ഒരുമിച്ച് ഒരു ഹോസ്റ്റലായിരുന്നു, ഒരു മുറിയായിരുന്നു. യെസ്, അതൊരു സ്ട്രൈക്കിംഗ് സ്റ്റോറി. പറഞ്ഞു, ഒരുമിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, ഒരുമിച്ച് വിജയം നേടി. പിന്നെ ജോർജ് സാറ്, സ്റ്റീഫൻ സാറ്, എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോഴത്തെ നീറ്റ് സ്കോർ 626. ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാം ആണ് ഈ വർഷവും NTA നടത്തിയത്. നമുക്കറിയാം, ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം നീറ്റ് നടക്കുന്നു, അതിനുശേഷം റീനീറ്റ് നടക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു സ്കോർ അഭിമാനപൂർവ്വം 508 നിന്ന് വന്ന ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ഓർത്തണം. ഏറ്റവും ടഫസ്റ്റ് എക്സാമില് പറഞ്ഞു പോകാൻ 626 ഇപ്പോ നീറ്റിന്റെ സ്കോർ ആണ്. യെസ്, 626 സ്വപ്ന തുല്യമായിട്ടുള്ള സ്കോറാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ സാധിക്കുന്ന തരം ഏറ്റവും മികച്ചൊരു സ്കോറാണ് ഈ വർഷം മോള് കരസ്ഥമാക്കിയിരിക്കുന്ന. എല്ലാവിധ ആശംസകളും. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. മോളെ ഒരുമിച്ചായിരുന്നു പഠിച്ചതും കാര്യങ്ങളും ഒക്കെ. അപ്പൊ മോളെ സംബന്ധിച്ചിടത്തോളം അറിയാം, ചേച്ചിയുടെ വലിയൊരു ആഗ്രഹമാണ് ഡോക്ടർ ആവണം എന്നുള്ളത്. നിങ്ങൾ ഒരുമിച്ച് ഒരേ ക്യാമ്പസില്, ഒരേ ക്ലാസ്സില്, ഒരേ ഹോസ്റ്റലില് ഇരുന്ന് പഠിച്ചാണ്. പലപ്പോഴും ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസിലൊക്കെ ഒരു വേരിയേഷൻസ് ഒക്കെ വന്നിരിക്കാം. നിങ്ങൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മെന്റലി പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ ഒരു രീതിയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഒരുപാട് കൂട്ടുകാർ ബ്രില്യന്റ് ഒരുമിച്ച് പഠിച്ച് വിജയം നേടിയവരുടെ ഒക്കെ കഥ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു ചേച്ചിയും അനിയത്തിയും ഒരുമിച്ച് പഠിച്ച് വിജയം നേടുന്ന ഒരു കഥ, സംതിങ് ഡിഫറെന്റ് ആണ്. അതിനെക്കുറിച്ച് മോളെന്ന് പറയാം. ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമ്പോ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടാൽ അത് എഴുതി വെച്ചിട്ട് ഇവക്ക് കാണിച്ചു കൊടുക്കും, ഇവളും അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ എനിക്ക് കാണിച്ചു തരും. പിന്നെ ബയോളജിയിലും ഇവിടെ ബ്രില്യന്റിൽ വേറെ ബാച്ചിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാവുന്നുണ്ടല്ലോ, അപ്പോ ഇവളത് കണ്ടാലും നോട്ട് ചെയ്ത് വെച്ചിട്ട് എനിക്ക് പിന്നെ പറഞ്ഞു തരും, അങ്ങനെ ചെയ്യും. പിന്നെ
ഞാൻ കുറച്ച് ഹോം സിക്ക് ആയിട്ടുള്ള ഒരാളാണ്. Okay. അപ്പോ എനിക്ക് ഇടക്കിടക്ക് വീട്ടിൽ പോകണം, അങ്ങനെയല്ല. വീട്ടിൽ പോകുമ്പോ എന്തിനാണ്? നമുക്ക് സഹോദരിയും ഉപ്പനും ഉമ്മേനും ഒക്കെ കാണാനാണ്. ഇവിടെ ഉപ്പയും ഉമ്മയും സഹോദരിയും ഒക്കെ ആയിട്ട് ഒരാൾ തന്നെ ഇവിടെ ഉണ്ടല്ലേ. അപ്പോ ഞാൻ ഹോം സിക്ക് ആയിട്ട് ഇരിക്കുമ്പോ ഇവള് മോട്ടിവേഷൻ എല്ലാം തരും. ഓക്കെ, ഭയങ്കര മെന്റൽ സപ്പോർട്ടാണ്. ചേച്ചിയാണ് അവിടെ അല്ലെ? ഒരുമിച്ചൊരു കൂട്ടുകാരെ പോലെ ആണെങ്കിലും വീട്ടിൽ പോകണമെന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ഇല്ല ഇരുന്ന് പഠിക്കണം എന്നൊക്കെ പറയല്ലേ. മോൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് അബൌട്ട് ബ്രില്യന്റ്? നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് എത്തിച്ച ഗാലക്സി ബ്ലോക്ക്, ഗാലക്സി ക്യാമ്പസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. ഞാൻ മറ്റേ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രില്യന്റിന് ഒരിക്കലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും നല്ലതാണ് ബ്രില്യന്റ്. ബ്രില്യന്റ് പഠിച്ച ഒരു കുട്ടിക്ക് അറിയാം ബ്രില്യന്റ് എത്രത്തോളം നല്ലതാണെന്ന്. ഓക്കെ, മോള് നേരത്തെ അപ്പൊ റിപ്പീറ്റർ ആയിരുന്നു? ഞാൻ ഇപ്പൊ സൂപ്പർ റിപ്പീറ്റർ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ബ്രില്യന്റ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് മോൾക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു കാരണം? ഒന്ന്, ഇവിടുത്തെ മെന്റർ സപ്പോർട്ട്. നമ്മുടെ ക്ലാസ് ടീച്ചർ അഞ്ജു മിസ് ആണ്. മിസ് അധികവും നമ്മൾക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഡൗൺ ആകുമ്പോൾ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യാറുണ്ടായിരുന്നു മിസ്. എനിക്ക് കിട്ടൂല എന്ന് തോന്നിയിരിക്കുന്ന സമയത്തേലും മിസ് നിനക്ക് എന്തായാലും കിട്ടും, ഞാൻ ഈ ഒരു സമയത്ത് കൊണ്ടുപോയി നീറ്റ് എഴുതിപ്പിച്ചാലും നിനക്ക് എന്തായാലും കിട്ടും എന്നെല്ലാം പറഞ്ഞിട്ട്. മോളെ അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി ക്യാമ്പസ് അത് എക്സ്പീരിയൻസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു ആശയം, ഗേൾസിന് മാത്രമായിട്ടൊരു നീറ്റ് പരിശീലനം എന്നുള്ളത് ഇന്ത്യയിൽ തന്നെ ഇല്ല, ബ്രില്യന്റിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് മോൾക്ക് എന്താണ് പറയാൻ? നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച് ഗാലക്സിയിലെ ചരിത്ര വിദ്യാർത്ഥികളാട്ടോ. അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ തീരൂല, അത്രക്കും അടിപൊളി ഫെസിലിറ്റീസ് ആണ്. സ്റ്റഡി ഹാള്, AC സ്റ്റഡി ഹാളിൽ ചൂടായ സമയത്ത് ജോർജ് സർ നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡെല്ലാം അടിപൊളിയാണ്. റൂമിൽ 2 പേരേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ അടിപൊളിയാണല്ലേ. ഗാലക്സി ടൗണിൽ നിന്നല്ല മറ്റൊരു സ്ഥലത്ത് വേറൊരു നഗരം പോലെ. ഓക്കെ, അങ്ങനെ എല്ലാം കൊണ്ടും എങ്ങനെ ഉണ്ടായിരുന്നു ബ്രില്യന്റ്? ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയോട് നമുക്ക് 100% ആയിട്ട് പറയാം, ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രില്യന്റ് തന്നെ ചൂസ് ചെയ്യണം. സ്വന്തം അനുഭവത്തിൽ നിന്നാണ് അല്ലേ? മോളുടെ സ്കോർ എത്രയായിരുന്നു? എന്റെ ഈ വർഷത്തെ നീറ്റ് സ്കോർ 624. കഴിഞ്ഞ വർഷത്തെ നീറ്റ് സ്കോർ എത്രയായിരുന്നു? 502. 502 നിന്ന് 624. നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? 2 വയസ്സ്. അപ്പൊ ഇതിലൊരു ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കാര്യം, ചേച്ചിക്ക് 626 കുറച്ച് മുമ്പിലാണ്, അനിയത്തിക്ക് 624. 2 മാർക്കിൽ വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളതാണ്. ഇതൊക്കെ തമ്മിൽ ഭയങ്കര കമ്പൈൻഡ് ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചായിരുന്നോ? മോൾക്ക് +2 എത്ര ഉണ്ടായിരുന്നു മാർക്ക്? 94% ഉണ്ടായിരുന്നു. അല്ല, ബ്രില്യന്റിലേക്ക് എത്തിയ സമയം തൊട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് നിങ്ങൾ 2 പേരും പഠിച്ചത്. ആദ്യത്തെ തവണ ഇവിടെ വരാതിരിക്കാനുള്ള കാരണം എല്ലാരും ബ്രില്യന്റിനെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത് നമ്മൾ എടുത്ത തെറ്റായ തീരുമാനമാണ് ആദ്യം ഇവിടെ വരാതിരുന്നത്. ഇവിടെ വരുമായിരുന്നെങ്കിൽ അന്നേ കിട്ടുമായിരുന്നു എന്ന് തോന്നിയിരുന്നു അല്ലെ? അപ്പൊ ഇതുവരെ ബ്രില്യന്റിലേക്ക് വന്നതിന് ശേഷം ഒരേ ഹോസ്റ്റൽ റൂമിലിരുന്ന് ഒരേ ക്യാമ്പസില് ഒരുമിച്ച് ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ച ചേച്ചിയും അനിയത്തിയാണ് ഇവർ 2 പേരും. അപ്പൊ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന മെഡിക്കൽ കോളേജിലും ഒരുമിച്ചായിരിക്കണം എന്ന് ആഗ്രഹമില്ലേ? ഓക്കെ, അതെവിടെയാണ്? കോഴിക്കോട് കിട്ടാനാണ് ആഗ്രഹം. കോഴിക്കോട് കിട്ടാനാണ് ആഗ്രഹം. ഓക്കെ, നല്ല മാർക്കുണ്ട് 2 പേർക്കും. സോ കോഴിക്കോട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ? യെസ്. ആൻഡ് ഫാദറിനെ മദറിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്റെ പേര് കബീർ. എന്റെ 2ാമത്തെ മകളാണ് ഷബ്നം ഷിറിൻ. 3ാമത്തെ മകളാണ് ഫാത്തിമത്തുൽ ഫിദ. ഓക്കെ, മൂത്ത ഒരാളുണ്ട്. അവര് കല്യാണം കഴിഞ്ഞു. ഓക്കെ, ഭർത്താവിനോട് ഗൾഫിലാണ് താമസം. ഓക്കെ, മക്കള് 2 പേരും ഡോക്ടർ ആകാൻ പോവാണ് അല്ലെ? എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ 2ാമത്തെ മകളെ വിടാതിരിക്കാനുള്ള ഒരു ഇതുണ്ടായതെന്ന് പറഞ്ഞാല്, ഒന്ന് ഒരു കോഴ്സ് പകുതിക്ക് വെക്കേണ്ട അവസ്ഥയിലെത്തുന്നത്. പിന്നെ ഏജ് കടന്നുപോയാല് ഒരു മാരേജിന്റെ അവസ്ഥയിൽ നമ്മൾ പിതാവെന്ന നിലയിൽ ചിന്തിക്കുമല്ലോ. തീർച്ചയായിട്ടും അവസ്ഥയിലാണ് ഞാനത് വേണ്ടാന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഇവര് എന്തെങ്കിലും ഉയർച്ചയിലെത്തുമ്പോ അതിന്റെ സന്തോഷം മാതാപിതാക്കൾക്കാണല്ലോ. യെസ്, അത് ഇപ്പൊ 2 മക്കളും പറഞ്ഞ ഇന്റർവ്യൂവിൽ എനിക്ക് ഫീൽ ചെയ്ത് ഇവര് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സന്തോഷം കാണാനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ബ്രില്യന്റ് വന്നതിന് ശേഷം പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതേ വർഷം തന്നെ അവർ ആഗ്രഹിച്ച പോലെ ഒരു MBBS മെഡിക്കൽ കോളേജിലേക്ക് നേടാനുള്ള സ്കോർ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഒരു 2 മക്കളും ഒരു MBBS എന്ന സ്വപ്നത്തിലേക്ക് സാക്ഷാത്കാരത്തിലേക്ക് അതിന്റെ പടി കടന്നു കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഇതിന്റെ ഒരു കാര്യം തുടക്കം ഉണ്ടായത് എൻ്റെ ഒരു അനുജനാണ്. ഞാനിതിൽ മതിയാക്കി വെച്ചതാണ്. അപ്പോ അനിയനാണ് പറഞ്ഞത് ഇതെന്തായാലും തുറന്നു കൊണ്ടുപോകണം. ബ്രില്യന്റിനോട് എന്താ പറയാനുള്ളത്? എന്റെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞാല് കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ കോച്ചിങ് സെന്റർ ഉണ്ടെങ്കിൽ ബ്രില്യന്റിനെ കവിച്ചു വെക്കാൻ വേറൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇവര് റിപ്പീറ്റർ ആയിട്ടാണ് ഇപ്പൊ കിട്ടിയത്. പിന്നെ മാത്രമല്ല ബ്രില്യന്റിന് മറ്റുള്ള കുട്ടികളെ പിന്നെ പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്. കാരണം ഇത്ര മാർക്ക് കിട്ടി അവർ പഠിക്കുന്ന കുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാല് അവരെ എല്ലാ ഫെസിലിറ്റിയോടും പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള താല്പര്യം. അതാണ് എനിക്കുള്ളൊരു പ്രചോദനമായിട്ട് കൂടുതൽ മാറിയത്. ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മക്കള് അവരുടെ സ്വപ്നങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്.
ഉമ്മയുടെ ആയിരിക്കാം അല്ലെ? ആ. അപ്പൊ തീർച്ചയായിട്ടും ഉമ്മയ്ക്ക് അതൊന്ന് ഓർത്തെടുക്കുമ്പോ ഫൈനലി ഇപ്പൊ എത്തിയിരിക്കുന്ന സക്സസിലേക്ക് എത്തിയപ്പോ ഉമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. സന്തോഷാണ്. എന്താ മക്കൾ എപ്പോഴും പറയും ഡോക്ടർ സ്വപ്നത്തെ കുറിച്ച്? ഇവർക്ക് ഇങ്ങനെ ഒരു സ്വപ്നം വരാൻ ഇനി സ്റ്റോറി ബിഹൈൻഡ് ഒക്കെ ഉണ്ടോ? അവർക്ക് എപ്പോഴും ഡോക്ടറാണോ മുമ്പേ പറയും എനിക്ക് ഡോക്ടറാണോ. ഇവള് നന്നായിട്ട് പുസ്തകം വായിക്കും. ഓക്കെ. അപ്പോൾ ലൈബ്രറിയിൽ പുസ്തകം എടുക്കാൻ പോയാല് ലൈബ്രറി അവര് ചോദിക്കുമ്പോ പറയും, അന്ന് കുറച്ച് ഒരു ഇതില് പറയുമ്പോ പറയും എനിക്ക് കളക്ടർ ആവണം. പിന്നെ ഇവള് പിന്നെ MBBS അങ്ങനെ അവര് പരസ്പരം ഇവര് അപ്പുറം ഇപ്പുറം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എല്ലാ മക്കളും എല്ലാവരും നല്ല ഓഫീസില് നീ പ്യൂണായിട്ടിരിക്കോ, അങ്ങനെയല്ല ഇവര് തമാശകൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അവൾക്ക് മുമ്പേ ഡോക്ടർ ആണെന്നുള്ള ആഗ്രഹം അവൾക്കാണ് ആദ്യം. ഒരിക്കൽ എഴുതിയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇനി പോകാൻ പറ്റില്ല, ഏജ് കിടക്കും. അന്ന് മോള് മനസ്സിൽ പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ഡേ അല്ലെ, വൺ ഡേ ഞാൻ ആ സ്വപ്നം നേടിയിരിക്കുന്നു. ഇപ്പൊ അതെല്ലാം ഫുൾ ഹാപ്പിയാണ്. യെസ്. അപ്പൊ ബ്രില്യന്റിനോട് എന്താ ഉമ്മ പറയാനുള്ള? ക്യാമറ വളരെ സന്തോഷം. ഏത് കുട്ടികൾ വരുന്നുണ്ടെങ്കിലും ബ്രില്യന്റില് മാത്രമേ വരും. ഒരു കുട്ടിയോട് നമ്മൾ പറയുകയും ചെയ്തു, നമ്മളെ വിളിച്ച് ചോദിച്ച് പറഞ്ഞേ ഇങ്ങനെ നമുക്കറിയാം. ഇവര് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ടുണ്ട് പഠിച്ചു. അവിടെ തന്നെ പോയാൽ മതി നമ്മൾ പറഞ്ഞ ആ കുട്ടിയോട്. ഏറ്റവും നല്ലൊരു ഇതാണ് അവിടെ എന്നുള്ളതെല്ലാം മക്കള് അവർക്ക് ഫുൾ പറഞ്ഞു കൊടുത്ത് ചിലപ്പോ അവര് ഇപ്പൊ അടുത്ത് തന്നെ അവരുടെ പഠിക്കും. അപ്പോ ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഈ രണ്ട് മക്കളുടെയും പിന്നെ ഈ കുടുംബത്തിന്റെയും. ഇവർക്ക് രണ്ടുപേർക്കും പേരൻസിനോട് ഭയങ്കര സ്നേഹമുള്ളതാണ് കേട്ടോ. കാരണം ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോ ഉപ്പയും ഉമ്മേനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഇപ്പൊ ഫിനാൻഷ്യലി ആണെങ്കിൽ പോലും. പക്ഷെ സ്വപ്നം ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ റെഡിയല്ല. 85% ആയിരുന്നു +2 ഈ മോൾക്ക് കിട്ടിയത്. 94% അനിയത്തിക്കും കിട്ടി. എങ്കിലും ഒരു ബ്രില്യന്റിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു ജേർണിയിൽ രണ്ടുപേരും ഭാഗമാവുകയാണ്. അതായത് നീറ്റ് എക്സാം എഴുതുന്നു, ബ്രില്യന്റിലെ സ്കോളർഷിപ്പിന് അർഹതയുള്ള സ്കോർ കരസ്ഥമാക്കുന്നു. പിന്നീട് 1 രൂപ പോലും പേരൻസിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് എൻട്രൻസ് പരിശീലിക്കേണ്ട ആവശ്യകത അവർക്ക് വന്നിട്ടില്ല. അവർ രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെട്ടു. ഇനി കേരളത്തിലെ 25 ലക്ഷം വിദ്യാർത്ഥികളും ആഗ്രഹിച്ച ഒരു ഗവൺമെന്റ് MBBS സീറ്റിലേക്ക് അവർ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതി പ്രവേശിക്കാൻ പോവുകയാണ്. ഇതിൽ പരം ഒരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും മക്കളെ നിങ്ങൾക്ക് തരാനില്ല. ഇവർക്ക് പറ്റുമെങ്കിൽ എന്താണെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും പറ്റും എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. രണ്ടുപേരെയും ഇനി വരുന്ന വർഷം എല്ലാ മെഡിക്കൽ കോളേജുകൾക്കും ബ്രില്യന്റിന്റെ ഒരു ട്രാവലിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ വീഡിയോ ഒക്കെ? അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.